കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ ടെൻഡർ കഴിഞ്ഞ ദിവസമാണ് തുറന്നത്. ഭോപ്പാൽ കമ്പനിയായ ദിലീപ് ബിൽക്കോണിനാണ് കരാർ നൽകിയത്. ഗോരഖ്പൂർ എക്സ്പ്രസ് വേയും വിജയവാഡ മച്ചിലിപ്പട്ടണം ഹൈവേയും ഗുണ 6 വരി പാതയും നാഗ്പൂർ മുംബൈ ഹൈവേയും ഒക്കെ നിർമ്മിച്ച കമ്പനിയാണിത്. ഋഷികേശിലും രാജസ്ഥാനിലെ കോട്ടയിലും ബിലാസ്പൂരിലും എല്ലാം തുരങ്കപാതകൾ നിർമ്മിച്ച പരിചയവുമുണ്ട്. പോരാത്തതിന് ഗുജറാത്തിലെ ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന്റെ റൺവേ വരെ പണിതിട്ടുണ്ട്. 1341 കോടി രൂപയുടെ വയനാട് തുരങ്കപാത നിർമ്മിക്കാൻ എന്തുകൊണ്ടും അർഹതയുണ്ട് എന്നർത്ഥം. പോരെങ്കിൽ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷന്റെ മേൽനോട്ടവുമുണ്ട്. സ്ഥലം ഏറെ മുൻപ് തന്നെ ഏറ്റെടുത്തതാണ്. ഭരണാനുമതിയും ലഭിച്ചു. കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊന്നും ഇത് വേണ്ട എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോവുക തന്നെയാണ്. പക്ഷേ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിന് പിന്നാലെയാണ് ഈ കരാർ തുറന്നത്. അതും ദുരന്തഭൂമിയോട് ഏറെ അകലെയല്ലാതെ കടന്നു പോകുന്ന പാത. ഇവിടെ ഇങ്ങനെയൊന്ന് പണിയും മുൻപ് സർക്കാർ സംവിധാനം തന്നെ ഉയർത്തുന്ന ആശങ്കകൾ നീക്കാൻ സർക്കാരിന് ബാധ്യതയില്ലേ? സ്പോട്ട്ലൈറ്റ്സ് ആരംഭിക്കുന്നു. മല തുറക്കും മുൻപ് ഒരു നിമിഷം. ഇപ്പോഴും എത്ര പേരാണ് മരിച്ചതെന്ന് പോലും തിട്ടമില്ലാത്ത ദുരന്തമാണ് സമീപ പ്രദേശത്ത് നടന്നത്. അത് നടന്ന് 35-ാം ദിവസമാണ് മല തുറന്ന് രാജ്യത്തെ തന്നെ 3ാമത്തെ വലിയ തുരങ്കം നിർമ്മിക്കാൻ ഒരുങ്ങുന്നത്. 8 കിലോമീറ്ററും 753 മീറ്ററും നീളമുള്ള ഇരട്ട തുരങ്കം. ഈ തുരങ്കപാതയെക്കുറിച്ച് സംസ്ഥാനത്തെ ഔദ്യോഗിക വിദഗ്ധ സമിതിയായ സ്റ്റേറ്റ് എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റിയുടെ യോഗത്തിന്റെ മിനിറ്റ്സ് ന്യൂസ് മലയാളം ഇതാ പൊതുജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുകയാണ്. മേയിൽ ചേർന്ന യോഗം അത്യന്തം ഗുരുതരമാണെന്ന് വിലയിരുത്തി പ്രദേശത്ത് നേരിട്ട് പരിശോധന നടത്താൻ തീരുമാനിച്ചു. പരിശോധനയ്ക്കു ശേഷം യോഗം ഉന്നയിച്ച ആശങ്കകളാണ് ജൂണിൽ ചേർന്ന യോഗത്തിലെ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അജയ്കുമാർ വർമ്മ അധ്യക്ഷനായ സമിതി മെയ് 22-ന് പ്രദേശം സന്ദർശിച്ചു തയ്യാറാക്കിയ വിവരങ്ങളാണ് ജൂൺ 11 മുതൽ 13 വരെ നടന്ന യോഗത്തിൽ പരിഗണിച്ചത്. പദ്ധതി പ്രദേശം ഉയർത്തുന്ന പാരിസ്ഥിതിക വെല്ലുവിളി വളരെ വലുതാണ് എന്നാണ് പ്രധാനപ്പെട്ട വിലയിരുത്തൽ. നിർദ്ദിഷ്ട ടണലിന് സമീപമുള്ള പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിൽ സാധ്യത വളരെ കൂടുതലാണ്. ഹൈ എന്നാണ് ഈ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പദ്ധതി പ്രദേശത്തെ 1/4 അഥവാ 26.54% സ്ഥലവും ഉയർന്ന മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലയാണ്. കൂടാതെ 35.67% സ്ഥലത്തും മണ്ണിടിച്ചിൽ സാധ്യത കരുതിയിരിക്കണം. അതായത് മോഡറേറ്റ് സാധ്യത എന്നർത്ഥം. പദ്ധതി പ്രദേശം കാലവർഷകാലത്ത് അടിക്കടി മണ്ണിടിച്ചിലുണ്ടാകുന്ന മേഖലയാണ് എന്നതാണ് ഈ മിനിറ്റ്സിലെ അടുത്ത പരാമർശം. മേഖലയിൽ നടത്തിയ സ്റ്റെബിലിറ്റി അനാലിസിസ് അഥവാ സ്ഥിരതാ പരിശോധനയിൽ പദ്ധതി പരാജയപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. താഴെയുള്ള പാറകളിലേക്ക് മണ്ണിടിഞ്ഞെത്താനും സാധ്യതയുണ്ട്. പുത്തുമല വെറും 3/4 കിലോമീറ്റർ മാത്രം അകലെയാണെന്ന ഓർമ്മപ്പെടുത്തലും ഈ മിനിറ്റ്സിലുണ്ട്. ഇപ്പോഴത്തെ ചൂരൽമല ഉരുൾപൊട്ടലിന് 1.5 മാസം മുൻപായിരുന്നു യോഗം എന്നതും മറക്കാതിരിക്കാം. അതുകൊണ്ട് 2019-ൽ നടന്ന പുത്തുമല ദുരന്തത്തെക്കുറിച്ച് മാത്രമാണ് ഈ മിനിറ്റ്സ് പരിഗണിച്ചത്. പരിസ്ഥിതി ലോല പ്രദേശത്താണ് ഈ പദ്ധതി എന്നതാണ് 5ാമത്തെ പരാമർശം. പദ്ധതി കടന്നു പോകുന്ന കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയും വയനാട്ടിലെ വെള്ളരിമലയും അതീവ പരിസ്ഥിതി ദുർബല മേഖലകളാണ്. നിർമ്മാണം വളരെ അപകടകരമായ വെള്ളരിമലയിലെ സർവേ നമ്പർ 53, 260, കോടഞ്ചേരിയിലെ സർവേ നമ്പർ 163 എന്നിവിടങ്ങളിലൂടെയാണ് ഈ പാത കടന്നു പോകുന്നത്. 8.25 കിലോമീറ്ററുള്ള പദ്ധതിയുടെ 5.25 കിലോമീറ്ററും വനമേഖലയിലാണ്. 17 ഹെക്ടർ വനഭൂമിയാണ് പദ്ധതിക്കായി ഉപയോഗിക്കുന്നത്. അരണമലയിലെ കാട്ടുനായ്ക്ക വിഭാഗത്തിലെ 27 ഗോത്ര കുടുംബങ്ങളെയും ഈ പദ്ധതി ബാധിക്കും. 32 ഗോത്ര സങ്കേതങ്ങൾ പദ്ധതിയോട് ചേർന്നതാണ്. ഇതിനെയെല്ലാം പുറമെ നീലഗിരി ബയോസ്ഫിയറിലെ പരിസ്ഥിതി വൈവിധ്യം കൊണ്ട് ശ്രദ്ധേയമായ പ്രദേശമാണ് 10 കിലോമീറ്റർ ചുറ്റളവിലുള്ളത്. പദ്ധതി നടപ്പാക്കുമ്പോൾ വലിയ തോതിൽ മണ്ണിടിച്ചിലും പാറ വീഴാനുള്ള സാധ്യതയും പ്രതീക്ഷിക്കണം. ഈ പദ്ധതി മൂലം രാജ്യത്തെ ഏറ്റവും വംശനാശ ഭീഷണി നേരിടുന്ന ബാണാസുര ചിലപ്പൻ എന്ന പക്ഷിവർഗത്തിനുണ്ടാകാവുന്ന ആഘാതവും പഠിച്ചിട്ടില്ല. പരിസ്ഥിതി അപ്രൈസൽ കമ്മിറ്റി പദ്ധതിയിൽ നിന്നും പിന്നോട്ട് പോകാൻ പറയുന്നില്ല. പക്ഷേ ഇവയ്ക്കൊക്കെ എന്ത് സംഭവിക്കും എന്ന് വ്യക്തമാക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. എല്ലാത്തിനും പരിഹാരം കാണണമെന്നാണ്.
ഇങ്ങനെ ഒരു തുരങ്കം പണിയുന്നതിലൂടെ അതിലൂടെ വാഹനങ്ങൾ ഇരമ്പിപ്പായുന്നതിലൂടെ പ്രദേശത്ത് പുതുതായി എത്താനിടയുള്ള സസ്യങ്ങളും ജീവജാലങ്ങളും ഉണ്ടാക്കുന്ന മാറ്റം എന്താണെന്നൊന്നും പഠിച്ചിട്ടില്ലെന്ന് മിനുട്സ് പറയുന്നുണ്ട്. മേപ്പാടിലെ നിർദ്ദിഷ്ട തുരങ്ക മുഖത്തുകൂടി സഞ്ചരിച്ചിരുന്ന ആനകളും മറ്റും പദ്ധതി നിർമ്മാണം തുടങ്ങുന്നതോടെ വഴിമാറി സഞ്ചരിക്കേണ്ടി വരും. ഇത് ഗ്രാമങ്ങളിൽ പുതിയ ആക്രമണത്തിനുള്ള സാധ്യതയുണ്ടാക്കുന്നുണ്ട്. ഇതിനെയൊക്കെ എങ്ങനെ പരിഹരിക്കും എന്നും വ്യക്തമാകണം. തുരങ്കമടഞ്ഞാൽ ജനവാസ മേഖലയിലൂടെയാകും ആനകൾ കുപ്പാച്ചി വനത്തിലേക്ക് പോവുക എന്നും മറക്കരുത്. ഇതും മിനിറ്റ്സിൽ എഴുതി വച്ചിട്ടുള്ള കാര്യമാണ്. പരിസ്ഥിതി അനുമതിക്കുള്ള മിനിറ്റ്സിൽ എഴുതി വയ്ക്കുന്നതൊക്കെ വഴിപാട് കഴിക്കുന്നത് പോലുള്ള സംഭവങ്ങളാണ് എന്ന് കരുതുന്നവരാണ് രാഷ്ട്രീയ നേതൃത്വത്തിൽ നല്ല പങ്കും. അതുകൊണ്ട് മുഖ്യധാര പാർട്ടികളൊന്നും ഈ വിഷയത്തിൽ ഇടപെടാത്തതും അതുകൊണ്ടാണ്. ഇത്രയും വലിയ അപകടം ഉണ്ടായതിന് പിന്നാലെ സംസ്ഥാന സർക്കാരിന്റെ സ്റ്റേറ്റ് ലെവൽ എക്സ്പേർട്ട് കമ്മിറ്റി ഉയർത്തിയ ആശങ്കകൾക്കെങ്കിലും മറുപടി ഉണ്ടാകും എന്ന് കരുതാം. ഇതോടെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു.